Hi dear ones, welcome to Tools Academy. കേറ്ററ്റ് കാറ്റഗറി 3 ഇംഗ്ലീഷിന്റെ ഒരു സ്റ്റഡി പ്ലാൻ ആണ് ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി വരുന്ന വെക്കേഷൻ സമയത്തൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്തൊരു 2 മന്തിനെ ഫോക്കസ് ചെയ്യുന്ന രീതിക്കാണ് നമ്മുടെ ഈ പ്ലാൻ ഒന്ന് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വെക്കേഷൻ സമയമല്ല, നിങ്ങളുടെ കയ്യിൽ ഒരു 2 മാസ കാലയളവ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കേറ്ററ്റ് കാറ്റഗറി 3 ഇംഗ്ലീഷിന്റെ പ്രിപ്പറേഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഈ കേറ്റഡ് കാറ്റഗറി 3 ഇംഗ്ലീഷിൽ നമുക്ക് സബ്ജക്ട് ഏരിയയും ഉണ്ട്, അതുപോലെ പെഡഗോജിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങും ഉണ്ട്. പെഡഗോജിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമ്മൾ ലാംഗ്വേജ് ലേണിംഗ്, ലാംഗ്വേജ് അക്വിസിഷൻസ്, പ്രിൻസിപ്പിൾസ് ഓഫ് ലാംഗ്വേജ് ടീച്ചിങ്, അതുപോലെ ലാംഗ്വേജ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനുള്ള ആക്ടിവിറ്റീസ്, ഏതൊക്കെയാണ് നമ്മുടെ ലാംഗ്വേജ് സ്കിൽസ്, നമ്മുടെ ഈ പറയുന്ന മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്, അതുപോലെ തന്നെ ടീച്ചിങ് പ്രോസ് എങ്ങനെയാണ്, ടീച്ചിങ് പോയട്രി എങ്ങനെയാണ്, ഡ്രാമയും അതുപോലെ മറ്റ് ഡിസ്കോഴ്സുകളൊക്കെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്, മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ഇംഗ്ലീഷ്, നമ്മൾ ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്, അതുപോലെ ലേണിംഗ് ഡിഫിക്കൽട്ടീസ് എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്, ലേണിംഗ് ഡിസോർഡേഴ്സിനെ നമ്മൾ എങ്ങനെയാണ് ടാക്കിൾ ചെയ്യുന്നത്, ഇതൊക്കെയാണ് നമ്മുടെ പെഡഗോജിക്കൽ അണ്ടർസ്റ്റാൻഡിങ്സിൽ വരുന്നത്. സബ്ജക്റ്റ് കണ്ടന്റ് ആൻഡ് കൺസെപ്റ്റ്സിൽ കൊടുത്തിട്ടുള്ളത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ് ഇംഗ്ലീഷ്, പ്രിൻസിപ്പിൾസ് ഓഫ് ടീച്ചിങ് ഇംഗ്ലീഷ്, മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ഇംഗ്ലീഷ്, അതുപോലെ തന്നെ എയർലി ലിറ്ററേച്ചർ മുതൽ ഇതിനകത്തൊരു 20s പോസ്റ്റ് മോഡേൺ ലിറ്ററേച്ചർ വരെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ ഓഫ് കോഴ്സ് ഇതിന്റെ പതുക്കെ ലെവൽ ഏറി വരുന്നത് കാരണം, സെറ്റിന്റെ ഒരു ലെവലിലേക്ക് ആയത് കാരണം ഇത് കൂടാതെയും ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നത് കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഫൊണറ്റിക്സും ലിംഗ്വിസ്റ്റിക്സും ക്രിറ്റിസിസവും ഗ്രാമാറ്റിക്കൽ സെക്ഷൻസും ഒക്കെ ഇതിന്റെ ഭാഗം ആകാറുണ്ട്. അപ്പൊ നമ്മൾ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് നമുക്കൊരു 2 മന്ത്സും കൊണ്ട് നമ്മുടെ സ്റ്റഡീസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. നമുക്ക് നമ്മുടെ 2 മന്ത് എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 8 ആഴ്ച കാലയളവ് എടുക്കാം. അതിൽ ഒന്നാമത്തെ ആഴ്ച നിങ്ങൾക്ക് ഓൾഡ് ഏജിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഒക്കെ ഒന്ന് നോക്കാം. പക്ഷെ ഓൾഡ് ഏജിൽ നമുക്ക് പഠിക്കാനായിട്ട് അധികം വർക്ക്സ് ഇല്ല, കാരണം ബയോൾഫ് അങ്ങനെ 1-2 വർക്കുകൾ മാത്രമേ നമുക്ക് അതിനകത്തുള്ളൂ. പക്ഷെ ജസ്റ്റ് ഒന്ന് ഓൾഡ് ഇംഗ്ലീഷ് പീരീഡിനെ കുറിച്ചും ആ പീരീഡിൽ റൈറ്റിംഗിലെ ഫീച്ചേഴ്സിനെ കുറിച്ചൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. അതിനുശേഷം ചോസറിന്റെ കണ്ടംപററീസ് ഒക്കെ നോക്കി വെക്കാം. വില്യം ലാംഗ്ലാൻഡ്, ജോൺ ഗവർ, ചോസർ നോക്കാം. അതിനുശേഷം ചോസറിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്ക്സിനെ പറ്റി നിങ്ങൾക്ക് നോക്കാം. അതിലെ ക്യാരക്ടേഴ്സിനെ കുറിച്ചൊരു ധാരണ ഉണ്ടാക്കാം. അതുപോലെ ചോസറിന്റെ കണ്ടംപററീസ്, അവരുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്ക്. പിന്നെ നിങ്ങൾക്ക് റിനൈസൻസ് പീരീഡിലേക്ക് പോകാം. റിനൈസൻസ് പീരീഡിലെ പ്രധാനപ്പെട്ട എഴുത്തുകാർ, അവരുടെ പ്രധാനപ്പെട്ട വർക്കുകൾ, പ്രോസ് റൈറ്റേഴ്സ്, ആ ഓരോരോ വർക്കിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ നോക്കാം. അതേപോലെ യൂണിവേഴ്സിറ്റി വിറ്റ്സ് നോക്കാം. യൂണിവേഴ്സിറ്റി വിറ്റ്സ് പഠിക്കുമ്പോൾ ഒരു കാരണവശാലും തോമസ് കിഡിനെയും ക്രിസ്റ്റഫർ മാർലോവിനെയും വിട്ടുപോകരുത്. അപ്പൊ നിങ്ങൾ ഓർക്കും റിനൈസൻസ് ഏജ് എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ഷേക്സ്പിയറെ പറയാത്തതെന്നല്ലേ? ഷേക്സ്പിയർക്ക് വേണ്ടി നമുക്ക് ഒരു വീക്ക് തന്നെ മാറ്റിവെക്കേണ്ടത് അത്യാവശ്യമാണ്. ഷേക്സ്പിയറിനെ പഠിക്കാൻ നമുക്കൊരു വീക്ക് തന്നെ മാറ്റി വെക്കണം, കാരണം അത്രത്തോളം ഉണ്ട് ഷേക്സ്പിയറിനെ കുറിച്ച് പഠിക്കാനായിട്ട്. സോ വീക്ക് 2 എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റഡ് ടു ഷേക്സ്പിയർ ആണ്. ഷേക്സ്പിയർ പീരീഡിനെ കുറിച്ച് പഠിക്കുക, ഷേക്സ്പിയറിന്റെ വർക്കിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് അറിഞ്ഞു വെക്കുക, ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ച് അറിഞ്ഞു വെക്കുക, ഷേക്സ്പിയറിന്റെ വർക്കിൽ ഇമ്പോർട്ടന്റ് ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്ന് അറിഞ്ഞു വെക്കുക, ഇമ്പോർട്ടന്റ് ലേഡി ക്യാരക്ടേഴ്സ് അറിഞ്ഞു വെക്കുക, ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് സീൻസ് ഓഫ് ആൻഡ് ഡയലോഗ്സ് ഓഫ് ഷേക്സ്പിയറിൻ ഡ്രാമാസ്, മറ്റ് ഏതെങ്കിലും വർക്കുമായിട്ട് ഷേക്സ്പിയറിന്റെ ഡ്രാമാസിനെ എങ്ങനെയെങ്കിലും കണക്ട് ചെയ്തിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അത് ഏത് വർക്കാണ് എന്നൊക്കെ ഓർത്ത് വെച്ചിട്ട് ആ ഒരു പ്രിപ്പറേഷൻസ് ഒക്കെയാണ് നടക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ സമയം സെറ്റിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തിട്ടും ഈ പറയുന്ന ഷേക്സ്പിയർ വർക്ക്സിലെ ക്വസ്റ്റ്യൻസ് മാത്രം ഫിൽട്ടർ ചെയ്ത് എടുത്ത് എഴുതി വെച്ച് പഠിക്കാം. അങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ 5-6 പ്രാവശ്യം മറിച്ച് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് മാത്രം കണ്ടുപിടിച്ച് ഇങ്ങനെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്തില്ലേ, അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ വീക്ക് 3 എന്ന് പറയുന്നത് സ്പെൻസർ മുതൽ റെസ്റ്റോറേഷൻ ഏജ് വരെ നിങ്ങൾക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം. പിന്നെ റെസ്റ്റോറേഷൻ ഏജിന്റെ ഫീച്ചേഴ്സ്, ക്യാരക്ടറിസ്റ്റിക്സ്, ആ ഏജിലെ പ്രധാനപ്പെട്ട നോവൽസ്, ലിറ്ററേച്ചർ, ഡ്രാമ, പ്രോസ് എല്ലാം നോക്കാം. പിന്നെ അഗസ്റ്റിൻ ഏജിലെ പ്രോസും നോവൽസ് ഒക്കെ നോക്കാനായിട്ട് മറക്കരുത്. വീക്ക് 4 എന്ന് പറയുന്നത് റൊമാൻറ്റിക് മൂവ്മെന്റിലേക്ക് ഡെഡിക്കേറ്റ് ചെയ്യുക. നമുക്കറിയാം ഏർലി റൊമാൻറ്റിക് പോയിറ്റ്സ് ഉണ്ട്, വേർഡ്സ്വർത്തും കോളറിഡ്ജും. ലേറ്റ് റൊമാൻറ്റിക് പോയിറ്റ്സ് ഉണ്ട്, ബൈറൺ, ഷെല്ലി, കീറ്റ്സ്. അപ്പൊ ഇവരുടെ എല്ലാം പ്രധാനപ്പെട്ട വർക്ക്, ഇതിൽ കൂടുതലായിട്ടും പോയിംസ് ആയത് കാരണം മാക്സിമം പോയത്തിന്റെ ഒറിജിനൽ വേർഷൻ വായിക്കാനായിട്ട് നോക്കുക. പിന്നെ വീക്ക് 5 എന്ന് പറയുന്നത്
19th സെഞ്ച്വറി പോയിറ്റ്സ് ആണ്. വിക്ടോറിയൻ പോയിട്രി, വിക്ടോറിയൻ നോവൽസ്, വിക്ടോറിയൻ ഡ്രാമയും അതുപോലെ 20th സെഞ്ച്വറി ലിറ്ററേച്ചർ നിങ്ങൾ വീക്ക് 5 കംപ്ലീറ്റ് ചെയ്യുക. ടി.എസ്. എലിയറ്റ്, എസ്ര പൗണ്ട്, അതൊക്കെ 20th സെഞ്ച്വറി ലിറ്ററേച്ചറിലായിട്ട് വരും. അവരൊക്കെ വരും. പിന്നെ വിക്ടോറിയൻ ഡ്രാമയാണെങ്കിലും വിക്ടോറിയൻ നോവൽസ് ആണെങ്കിലും വിക്ടോറിയൻ പോയിട്രി ആണെങ്കിലും മാത്യു ആർണൾഡ്, തോമസ് ആഡി, ഇവരൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് ആണ് വിക്ടോറിയൻ ഏജിനെ സംബന്ധിച്ച്. അപ്പൊ ഇവരുടെ വർക്കും കാര്യങ്ങളും ഒക്കെ മസ്റ്റായിട്ടും ചെക്ക് ചെയ്തിട്ടാണ് നിങ്ങൾ പോകാനായിട്ട്. അപ്പൊ ഈ പറയുന്ന കാലയളവിലെല്ലാം നിങ്ങൾക്ക് ഒരു ചെക്ക് ലിസ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടാവണം. അതിപ്പോ അതായത് ചെക്ക് ലിസ്റ്റ് ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളിതിൽ നമുക്കിപ്പോ പ്രിഫേഴ്സ് ലിറിക്കൽ ബാലൻസ് എന്താണെന്ന് അറിയായിരിക്കും. ഇപ്പോ റൊമാൻറ്റിക് പോയിറ്റ്സ് നമ്മൾ നോക്കുവാണെങ്കിൽ ഓ ടു എ നൈറ്റിംഗേളും ഓ ടു കീറ്റ്സും ഓ ടു എ സ്കൈലർക്കും അതുപോലെ അങ്ങനത്തെ കുറച്ച് വർക്ക് നമുക്കറിയാം. കുറച്ച് ഓടുകൾ നമുക്ക് പരിചയം ഉണ്ടാവും. എന്നാൽ ഓ ടു ദ മെലങ്കളി അതൊന്നും നമുക്ക് അത്ര പരിചയം ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് പരിചയം ഉള്ളത് അവിടെ തൽക്കാലം നിർത്തി വെച്ചിട്ട് നിങ്ങളുടെ ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് പ്രിപ്പറേഷനിൽ നിങ്ങൾക്ക് അത്ര സുപരിചിതം അല്ലാത്ത വർക്കുകൾ വീണ്ടും വീണ്ടും എടുത്ത് വായിക്കുക. സുപരിചിതമായ വർക്കുകൾ പിന്നീട് പഠിക്കുക. പിന്നീട് ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പൊ നമുക്ക് ഏകദേശം ആ ചെക്ക് ലിസ്റ്റ് അത്യാവശ്യം വേഗം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷം പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ പഠിക്കുന്ന വർക്കുകളുടെയും ഒരു ടേബിൾ പ്രിപ്പയർ ചെയ്യുക. ഈ വർക്കിന്റെ ഇയർ ഓഫ് പബ്ലിക്കേഷൻ, നമ്പർ ഓഫ് സ്റ്റാൻസേഴ്സ്, റൈമിംഗ് സ്കീം, അങ്ങനെ പോയത്തിനെ വയ്ക്കുക. അതേപോലെ തന്നെ നോവലാണെങ്കിലും ഡ്രാമയാണെങ്കിലും ഇതേപോലെ ഇയർ ഓഫ് പബ്ലിക്കേഷൻ നോക്കുക. ക്യാരക്ടേഴ്സ് തന്നെ പ്രൊട്ടാഗണിസ്റ്റ്, ആന്റഗോണിസ്റ്റ്, ലേഡി ക്യാരക്ടർ, ആ നോവലിന്റെ അല്ലെങ്കിൽ ഡ്രാമയുടെ സെറ്റിംഗ്, ആ ഒരു പ്ലെയിൻ്റെ സെറ്റിംഗ്, അങ്ങനത്തെ ഒരു ടേബിളും കൂടെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് പഠിക്കുക. അപ്പോൾ എന്ന് പറയുമ്പോൾ നമ്മളുടെ പഠനം എന്ന് പറയുന്നത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിക്കായിരിക്കും മുന്നോട്ട് പോവുക. ഇപ്പൊ തോമസ് ആഡി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ വർക്കിലൊക്കെ ഒത്തിരി ക്യാരക്ടേഴ്സും എന്താ പറയുക ഫേറ്റിന് വല്ലാത്തൊരു ഇമ്പോർട്ടൻസ് ഒക്കെ കിട്ടുന്ന ഒരു റൈറ്ററാണ്. അപ്പൊ അതെങ്ങനെയാണ്, അത് ഏത് ക്യാരക്ടറിലൂടെയാണ് അങ്ങനെ റിഫ്ലക്ട് ചെയ്ത് വരുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങൾ ഇതാവുക. ഞാൻ ഇങ്ങനെ ഒരാഴ്ച കൊണ്ട് ഇത്രയും എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഹെക്റ്റിക് ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷെ ഒരു 2 മാസ കാലയളവാണ് നമ്മുടെ കൺമുമ്പിൽ ഉള്ളുവെങ്കിൽ നമുക്ക് ഇത്ര ഹെക്റ്റിക് ആകാൻ വേറെ നിവൃത്തിയില്ല. 2-3 മാസം 3-4 മാസമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കുറച്ചും കൂടെ സ്പ്ലിറ്റ് അപ്പ് ചെയ്തെടുത്തിട്ട് കുറച്ചും കൂടെ വീക്സ് കൂട്ടിയെടുത്ത് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. പക്ഷെ എങ്ങനെ പോയാലും കാച്ചി കുറുക്കിയാലും നീട്ടിയെടുത്താലും ഇതൊക്കെ തന്നെയായിരിക്കും അതിനകത്തെ കണ്ടന്റ് ആയിട്ട് വരുന്നത്. ഇനി നമ്മള് അവസാനത്തെ ഒരു വീക്സിലേക്കൊക്കെ പോകുന്ന സമയത്ത് 6, 7, 8 അതിൽ 6ാമത്തെ ആഴ്ചയിൽ നമ്മൾ മോഡേൺ ലിറ്ററേച്ചറിന് കൊടുക്കുക. മോഡേൺ ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ ടി.എസ്. എലിയറ്റിന്റെ വേസ്റ്റ് ലാൻഡ്, അതുപോലെ ലവ് സോങ് ഓഫ് ജെ ആൽഫ്രഡ് പ്രുഫോക്ക്, അതുപോലെ അബ്സേർഡ് തിയേറ്റർ, നമ്മുടെ വെയിറ്റിംഗ് ഫോർ ഗോദോ, അതുപോലെ ബ്രെക്റ്റിന്റെ വർക്ക്സ് ആയിട്ടുള്ള മദർ കറേജ്, ഇങ്ങനത്തെ മോഡേൺ ലിറ്റററി പീസ് ഓഫ് വർക്ക്സിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അതേപോലെ ഫെമിനിസ്റ്റ് ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ മേരി വോൾസ്റ്റോൺക്രാഫ്റ്റിന്റെ വിൻഡിക്കേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് വുമൺ തൊട്ട് വെർജിനിയ വോൾഫിന്റെ റൂംസ് ഓഫ് അൺസോൺ, അങ്ങനത്തെ എല്ലാ ഫെമിനിസ്റ്റ് ലിറ്ററേച്ചറിനും അത് എന്താ പറയുക നോവൽസ് ആയിട്ടുള്ള വർക്കുകൾക്കാണെങ്കിൽ ഉൾപ്പെടെ എസ്സേ പോർഷൻസിൽ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. പിന്നെ ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റേഴ്സ് കമലാദാസൻ, നിസി മിസ്റ്റിക്കൽ, A.K. രാമാനുജൻ, ജയന്ത മഹാപത്ര, അതുപോലെ നമ്മുടെ കർണാടക നമ്മുടെ ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റിംഗ്സിൽ വരും. പിന്നെ നമ്മുടെ ഫിലിം സ്റ്റഡീസിന്റെയും കൂടി ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുക. കാരണം നിങ്ങളുടെ സിലബസിനകത്ത് ഫിലിം സ്റ്റഡീസ് ഒരു ഭാഗമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് വീക്ക് 6 നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. വീക്ക് 7 വരുമ്പോൾ ലിംഗ്വിസ്റ്റിക്സും പെഡഗോജിക്കൽ ടേംസും ആണ് നമുക്ക് നോക്കേണ്ടത്. ആ കൂടെ നിങ്ങൾക്ക് ക്രിറ്റിസിസം പോർഷൻസും കൂടെ നോക്കാനുള്ള സമയം നിങ്ങൾ കണ്ടെത്തണം. നമുക്കറിയാം ലിംഗ്വിസ്റ്റിക്സിൽ നമുക്ക് ഒരു 2 ദിവസം ഉണ്ടെങ്കിൽ നമുക്ക് തീർക്കാൻ പറ്റും. പെഡഗോജി നമുക്ക് 2 ദിവസം മതി. പിന്നെ ബാക്കിയുള്ള ദിവസം 3 ദിവസമൊക്കെ അടുത്ത് നമ്മൾ ക്രിറ്റിസിസം ഭാഗത്തിനും കൂടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 7 ആഴ്ച കൊണ്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് സിലബസ് നിങ്ങൾക്ക് റൗണ്ട് ഓഫ് ചെയ്തെടുക്കാൻ പറ്റും. 8ാമത്തെ ആഴ്ചയിൽ ഒരു ഫൈനൽ റാപ്പ് റൗണ്ട് റീഡിങ്ങും അതേപോലെ നോട്ട്സ് പ്രിപ്പറേഷനും ഒക്കെ ആയിട്ട് നിങ്ങൾ മാറ്റി വെക്കുക. അപ്പൊ ഈ 8ാമത്തെ ആഴ്ചയിൽ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഏകദേശമൊക്കെ ഒന്ന് സെറ്റ് ആയത് കാരണം 8ാമത്തെ ആഴ്ച നിങ്ങൾ ഈ റിവിഷൻ നമുക്ക് എക്സാമിനോട് അടുത്തെടുക്കാം. എല്ലാം ഒന്ന് ഫൈനലായിട്ട് റൗണ്ട് ചെയ്തെടുക്കുക. എന്തെങ്കിലും കാര്യങ്ങൾ എവിടെയെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കൂട്ടിച്ചേർക്കുക. അതേപോലെ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് വെക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ പഠിച്ച ഭാഗത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യുക. ഒന്നെങ്കിൽ അത് ആ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ഹൈലൈറ്റ് ചെയ്തിടാം, അതല്ലെങ്കിൽ നിങ്ങൾക്കത്
മറ്റേതെങ്കിലും രീതിയിൽ നോട്ട്സ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാനുണ്ടെങ്കിൽ അത് പ്രിപ്പയർ ചെയ്ത് വെക്കുക. പിന്നെ ആ ക്വസ്റ്റ്യനിലെ മറ്റ് ഓപ്ഷൻസിനെ കുറിച്ച് നിങ്ങൾക്ക് അറിഞ്ഞ് പഠിക്കാം. അപ്പം അങ്ങനെ ഒരു 8 ആഴ്ച കാലയളവ് നിങ്ങളുടെ മുമ്പിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിമനോഹരമായിട്ട് വളരെ സുഖവുമായിട്ട് കേറ്റഡ് കാറ്റഗറി 3 ഇംഗ്ലീഷിന്റെ സ്റ്റഡി പ്രിപ്പറേഷൻസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.